എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു സ്ലീവ്ലെസ് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ 1 മീറ്റർ തുണിയാണുള്ളത്. 42 ഇഞ്ച് വീതിയാണ്. അപ്പോൾ ഇതിങ്ങനെ 4 ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. ഇനി ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കാം. അതിനുശേഷം ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഇറക്കം നമുക്ക് 38 ഇഞ്ച് വരെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മാക്സിമം എടുക്കാം. ഷോൾഡർ 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇറക്കം വന്നിട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. സ്ലീവ്ലെസ്സിന് എപ്പോഴും ഒരു 1/2 ഇഞ്ച് നമ്മൾ കുറച്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വേണ്ടത് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. ബാക്കി 1.25 ഇഞ്ച് വരുന്നുണ്ട്. അത് നമുക്ക് തയ്യത്തുമ്പായിട്ട് എടുക്കാം. അതിനുശേഷം ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ വരയ്ക്കുക. ഈ 1/2 ഇഞ്ച് മുകളിലേക്ക് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ആം ഹോൾ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇങ്ങോട്ടൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇത്രയും മതിയാവും. പിന്നെ 14 ഇഞ്ചിൽ ഷേപ്പ് മാർക്ക് ചെയ്യാം. 21 ഇഞ്ചിൽ ഹിപ്പ് മാർക്ക് ചെയ്യാം. ഇവിടെ വേസ്റ്റ് വന്നിട്ട് 29 ഇഞ്ചാണ് റെഡി വേണ്ടത്. അപ്പോൾ അതിൻ്റെ 4-1 7.25 ഇഞ്ച് വരും. ഇവിടെ നമുക്കൊരു 1.25 ഇഞ്ച് തന്നെ തയ്യെത്തുമ്പോൾ കൊടുക്കാം. ഹിപ്പ് വേണ്ടത് 38 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 9.5 ഇഞ്ച്. ബാക്കി ഇവിടെ 1 ഇഞ്ച് തയ്യെത്തുമ്പോൾ കൊടുക്കാം. ഇതിലുള്ള വീതി ബോട്ടം വയ്ക്കാം. അതായത് 19 ഇഞ്ച് ബോട്ടം കിട്ടും. ഇതേപോലെ വരച്ചെടുക്കുക. ഇതിൻ്റെ നെക്ക് വന്നിട്ട് പാക്കിനൊക്കെ ആയിട്ടാണ്. അതായത് 2 ഒട്ടും ഇറക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ നെക്കിൻ്റെ കഴുത്തിൻ്റെ ചുറ്റളവ് എടുത്തിരിക്കുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 3 ഇഞ്ച് ഒരു പോയിന്റ് വരും. അപ്പോൾ അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് വന്നിട്ട് ആ 3 ഇഞ്ച് ഒരു പോയിന്റ് തന്നെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ റൗണ്ടിൽ വരയ്ക്കാം. ബാക്ക് 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്ക് ആദ്യം കട്ട് ചെയ്യാം. ഷോൾഡർ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാം. ഇവിടെ ഒരു അടയാളം ഇടാം. അതുപോലെ ഇവിടെ ഒരു അടയാളം ഇടാം. ഇവിടെ ഒരു അടയാളം ഇടാം. ഇനി ബാക്ക് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്കും ആം ഹോളും കട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ സിബാണ് വെക്കുന്നത്. സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം നല്ല വശത്തുനിന്ന് നമുക്ക് ഇതേപോലെ ഒരു പീസ് വെച്ചിട്ട് അടിച്ച് മറിക്കാനുണ്ട്. ഈ പീസ് തികയില്ലെങ്കിൽ ഇതേപോലെ ഏകദേശം മാച്ചുള്ള ഒരു തുണി എടുത്താൽ മതി.
അപ്പോൾ ഇതിൻ്റെ വീതി ഒരു 3 ഇഞ്ച് എടുക്കുക. അതേപോലെ നീളം സിബ് വയ്ക്കുന്നത് അപ്പോൾ ഒരു 15 ഇഞ്ച് നീളത്തിൽ നമുക്കിതിൻ്റെ സിബ് വയ്ക്കാം. ആദ്യം ഇതേപോലെ ഒപ്പം വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു തൈലിട്ടിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു പോയിന്റിൽ നിർത്തുക. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങനെ 1/4 ഇഞ്ച് മുകളിലേക്കും കയറ്റി അടിക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ കൂടെ ഈ പോയിന്റ് വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഈ ചവിട്ടി ഒന്ന് മാറ്റിയെടുക്കാം. ഇൻവെർസിബിൾ സിബാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെയാണ് വരിക. അപ്പോൾ ഈ സിബ് ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഈ റണ്ണർ ഈ ജോയിൻ്റ് ചെയ്തതിനൊപ്പം വയ്ക്കുക. അതിനുശേഷം റഫായിട്ട് ഇവിടെ ഈ സൈഡിൽ കൂടെ ഒരു തൈലിടുക. അതിനുശേഷം ഈ സൈഡ് ഇതേപോലെ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇവിടെ ഒന്ന് ചേർത്തടിക്കുക. ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഈ സൈഡിൽ കൂടെ ഒരു തൈലും കൂടി ഇടാം. അപ്പോൾ ഇവിടെ തൈലിടുന്ന സമയത്ത് ഇവിടെ ഒരു വിരലുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് അകത്തി കൊടുക്കുക. ഇനി അതേപോലെ ഈ സൈഡിൽ നിന്ന് തയ്ക്കാം. ഇതുപോലെ അടിച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു അല്പം ഓപ്പൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ചേർത്തടിച്ചാൽ മതി. അപ്പോൾ ഈ ചവിട്ടി മാറ്റാതെ തന്നെ ഈ സൈഡ് ഒന്ന് ചേർത്തടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ബാക്ക് വശം ഇതേപോലെയാണ് വരിക. ഇതിൽ നമുക്ക് അപ്പോൾ ഈ സിബ് കുറച്ച് കട്ട് ചെയ്യുക. അതിനുശേഷം ഈ എക്സ്ട്രാ ഉള്ള തുണി ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഈ സിബിലേക്ക് ചേർത്ത് വെച്ച് തയ്ക്കുക. അതേപോലെ തയ്ച്ചെടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. ഒരു തൈലും കൂടി ഇടാം. ഇനി നമുക്കിതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതിന് ഇതേപോലെ ഒരു 1.25 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് ജോയിൻ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. എൻഡിൽ വന്നിട്ട് കുറച്ച് തുണി അധികം വയ്ക്കുക. അതിനുശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കുക. എന്നിട്ടൊരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു മേൽത്തൈലിടുക. അതിനുശേഷം ഇവിടെ എക്സ്ട്രാ ഉള്ള ഈ തയ്യത്തുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഒന്നുകൂടെ മടക്കിയിട്ട് ഒരു തൈലിടുക. ഇനി അതേപോലെ ആം ഹോളും ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. സൈഡ് നമ്മൾ 1.25 ഇഞ്ചാണ് തയ്യത്തുമ്പിട്ടിരിക്കുന്നത്. ഇവിടെ സ്ലിറ്റിൻ്റെ ഇവിടെ നമ്മൾ അടയാളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ 1 ഇഞ്ചിൽ തൈല് നിർത്തുക. ഇനി വീണ്ടും ഒരു തൈലും കൂടി ഇടാം. 1-2 തൈലിട്ടിട്ട് എടുക്കാം. ഈ രണ്ടാമത് ഇടുന്ന തൈല് ഇവിടെ വന്നിട്ട് ഈ സ്റ്റിച്ച് കൂടെ തന്നെ തയ്ക്കുക. അപ്പോഴാണ് നമുക്ക് ഇവിടെ അത് ഫ്ലാറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതേപോലെ ഈ സൈഡും തയ്ക്കാം. ഇനി ഇതിൻ്റെ സ്ലിറ്റ് അടിക്കാം. അപ്പോൾ അത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഒറ്റ സ്റ്റിച്ചിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാം.
ഇതൊരു തയ്യൽ തന്നെ നമ്മളിതിൻ്റെ ബോട്ടും സ്ലിറ്റും എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.